ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സായുട്ടിയുടെ മൂന്നാമത്തെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ബർത്ത്ഡേ മാർച്ച് 13 ആയിരുന്നു. പക്ഷേ വീഡിയോ ഞങ്ങൾക്ക് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോഴത്തേക്ക് അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ബലൂൺസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സായുട്ടി കാണാതെ റൂമിനകത്ത് കൊണ്ട് ഒളിച്ച് വെച്ചാണ് ഈ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾ കണ്ടു കഴിഞ്ഞാൽ ബലൂണൊന്നും ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ച് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ബലൂണൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സായിട്ടി പുറത്ത് നിൽക്കുകയാണ്, കാണാതിരിക്കുകയാണ്. ഇത് സായിട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തു, ബലൂൺസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സായിട്ടി ഇപ്പോഴൊന്നും ഇല്ല, സായിട്ടി പുറത്ത് നിൽക്കുകയാണ്. സായിട്ടി കാണാതെയാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യണത്. സായിട്ടിയുടെ അച്ഛനാണെങ്കിൽ അന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയും ചിക്കനുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആ കേക്ക് മുറിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സായുട്ടി ക്രീം കേക്ക് കണ്ടപ്പോഴത്തേക്ക് ആകെപ്പാടെ ബഹളമാണ്. ആദ്യമേ ക്രീം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളത്തിലാണ്. ഞങ്ങൾ കയ്യിലിങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആൾ സൈലൻ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ സെലിബ്രേഷനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ളവരും അപ്പുറത്ത് നിന്ന് 1-2 വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. വേറെ വലിയ സെലിബ്രേഷനായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്ത് സായിട്ടിയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സായിട്ടി ക്രീം കേക്ക് കണ്ട ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ കേക്ക് കഴിച്ചു. ആളിപ്പോൾ ഇത് പിണങ്ങിപ്പോയി. വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ക്രീം കേക്ക് ട്രേയോടെ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ പിണങ്ങിപ്പോവും ആൾ. അപ്പോൾ ഇതാ കേക്ക് കഴിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം സായിട്ടി. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ തൊഴുത് പിടിക്കുകയാണ്. അതിനിടയിൽ ക്രീം തിന്നാൻ പോയി. പിന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് സായിട്ടി. ആകെപ്പാടെ അന്ന് ആൾ ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ടാണ് ഒളിച്ചു വെച്ചത്. ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒരു മുറിയിൽ അടച്ചിട്ട് ഒളിച്ചു വെച്ചിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത്. ലാസ്റ്റ് ഫൈനലായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ആളെ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ സമ്മതിക്കില്ല. ഇപ്പോൾ ഇതാ ആ കേക്ക് മുഴുവനോടെ കൊടുത്തില്ല എന്നും പറഞ്ഞാണ് പിണങ്ങി പോകുന്നത്. ഒരു പാത്രത്തിൽ കൊടുത്തപ്പോഴത്തേക്ക് അത് പറ്റില്ല എന്നും പറഞ്ഞ് ഇതാ ഇപ്പം പിണങ്ങി ഓടും. ആൾ പിണങ്ങി. കേക്ക് ഫുള്ള് കൊടുക്കാഞ്ഞിട്ടാണ് അങ്ങനെ പിണങ്ങിയിരിക്കുന്നത്. ദാ പോകുന്നു. ആ പിണങ്ങിപ്പോയത് ആ ഒരു മൂലക്കിരിക്കുകയാണ്. ഇപ്പോൾ സൈഡ് വലിയച്ഛൻ വന്ന് സൈഡ് സമാധാനിപ്പിക്കും. പക്ഷെ ആൾ കൂളാവണ്ട. ഫുള്ള് കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് പിണങ്ങിയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഫുഡ് ബിരിയാണിയും ചിക്കൻ കറിയായിരുന്നു. സൈഡിയുടെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അമ്മമ്മ കൊണ്ടുവന്ന് കേക്ക് കൊടുക്കാനായിട്ട് വരികയാണ്. അപ്പം സായിട്ടി ഓടി. ആര് പിടിച്ചിട്ട് നിൽക്കാതെ പോവുകയാണ്. അപ്പോൾ ഇതാ സായിട്ടിക്ക് നമ്മൾ ഗിഫ്റ്റ് സൈക്കിളാണ് വാങ്ങിച്ചത്. അപ്പോൾ കാറിനകത്ത് ഞങ്ങൾ കാണാതെ അവൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കാൻ പറയും. അതുകൊണ്ട് ഇത്രയും നേരം ഞങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുക, ഇതുവരെ പുറത്തെടുത്തില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് കൊടുക്കുന്ന കാര്യം മറന്നുപോയി. പിന്നീടാണ് ആലോചിച്ച് സൈക്കിൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ സായിട്ട് അച്ഛൻ കാറ് പറഞ്ഞ് സൈക്കിൾ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഹാപ്പിയായി. സൈക്കിൾ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് ഇങ്ങനത്തെ അല്ല. അത് വളയ്ക്കാനൊന്നും പറ്റാത്തൊരു അത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയ ഒരു വണ്ടി ഉണ്ട് ആൾക്ക്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് നല്ലൊരു സൈക്കിൾ വാങ്ങിക്കണത്. അപ്പോൾ സൈക്കിൾ കിട്ടിയപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി. ഇത് അച്ഛൻ സൈക്കിളിൽ കയറ്റിയിരുത്തി സായിട്ടി ഇങ്ങനെ വണ്ടി ഓട്ടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സൈക്കിൾ ഇട്ടുകൊണ്ട് സായിട്ടി പാട്ട് പാടുന്നതാണ് കാണുന്നത്. ഇപ്പം ആൾ സൈക്കിളിൽ പോവും. ലൈറ്റൊക്കെ എത്തും, പാട്ടൊക്കെ കേൾക്കുന്ന സൈക്കിളാണ് കേട്ടോ. അത് സൈക്കിളിൽ പോകുന്ന ആൾ ഭയങ്കര ഹാപ്പിയായി സൈക്കിൾ കിട്ടിയപ്പോഴത്തേക്ക്. പച്ച സൈക്കിളിൽ വെച്ചിട്ട് കൊണ്ടുപോവാണ്. സൈക്കിളിൽ പോവേണേ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. സായിട്ടിയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഭയങ്കര വലിയ സെലിബ്രേഷൻ അല്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെക്കറേറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. സായിട്ടി ഭയങ്കര ഹാപ്പിയാണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി.
അപ്പോൾ സായിട്ടിക്ക് ഈ സൈക്കിൾ ഓടിക്കാൻ ചവിട്ടാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അച്ഛൻ അതിങ്ങനെ എങ്ങനെയാണ് പോവേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സായൂട്ടി ഇങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.